ഇഷ്ടമംഗല്യത്തിനായും ഭർത്താവിൻ്റെ ആയുസ്സിനായും യശസ്സിനായും സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാകുന്നു തിങ്കളാഴ്ച വ്രതം. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും അനുഷ്ഠിക്കാവുന്നത് ആകുന്നു. സതീവിയോഗത്താൽ കഴിയുന്ന പരമശിവനെ ഭർത്താവായി ലഭിക്കുവാൻ പാർവതീദേവി അനുഷ്ഠിച്ച ഈ വ്രതത്തിന് പിന്നിലെ കഥ ഇപ്രകാരം ആകുന്നു. ജാതകത്തിൽ വിവാഹശേഷം പതിക്ക് മരണമെന്നറിഞ്ഞ രാജകുമാരിയാകുന്നു സീമന്തിനി. അവൾ തന്റെ വിധിയിൽ വളരെ ദുഃഖവതി ആയിരുന്നു. അങ്ങനെ അവൾ ഒരിക്കൽ യാജ്ഞവൽക്യമുനിയുടെ ഭാര്യയാകുന്ന മൈത്രേയിയെ കണ്ട് അവളുടെ സങ്കടം ഉണർത്തിച്ചു. മൈത്രേയി ബ്രഹ്മവാഹിനി ആകുന്നു, അതായത് സ്ത്രീയായ സന്യാസിനി ആകുന്നു. ഋഷിമാരുടെയും മുനിമാരുടെയും സ്ത്രീലിംഗമാകുന്നു ബ്രഹ്മവാഹിനി എന്ന് പറയുന്നത്. അവൾ അവളുടെ സങ്കടം അവരോട് പറഞ്ഞു. മൈത്രേയി എന്ന സ്ത്രീരത്നത്തിന് വേദങ്ങളിൽ ആഴത്തിലുള്ള ജ്ഞാനമുണ്ടായിരുന്നവൾ ആകുന്നു. ഋഗ്വേദത്തിലെ 10 സൂക്തങ്ങൾ മൈത്രേയി രചിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെയുള്ള മൈത്രേയി അവളുടെ സങ്കടം കണ്ട് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുവാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ മനുഷ്യരാശിയിൽ ആദ്യമായി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കപ്പെട്ടു. അങ്ങനെ ആ രാജകുമാരിയുടെ വിവാഹം നടന്നു. രാജകുമാരി വിവാഹശേഷം പതിയോടുകൂടി, അതായത് രാജകുമാരിയുടെ രാജകുമാരനോട് കൂടി തോണിയാത്രയ്ക്ക് പോയി. അപ്പോഴേക്കും തോണി മറിഞ്ഞു. രാജകുമാരൻ മുങ്ങി. അകാലത്തിൽ വിധവയായി എന്ന ദുഃഖം പേറി സീമന്തിനി ശിവഭജനം തുടങ്ങി. ജലത്തിൽ താഴ്ന്ന രാജകുമാരനെ നാഗകിങ്കരന്മാർ കെട്ടിവലിച്ച് നാഗസഭയിൽ എത്തിച്ചു. തേജസ് നിറഞ്ഞ രാജകുമാരനെ കണ്ട നാഗരാജാവ് കുമാരനോട് തന്റെ പരദേവത ആരാകുന്നുവെന്ന് ചോദിച്ചു. തെല്ലും സംശയം കൂടാതെ സർവശക്തനായ തിങ്കൾ ചൂടന് നമസ്കാരം എന്ന് പറഞ്ഞു ആ രാജകുമാരൻ. കുമാരന്റെ ശിവഭക്തിയിൽ സന്തുഷ്ടനായ നാഗരാജാവ് ആ കുമാരനെ ഭൂമിയിലേക്ക് തിരിച്ച് എത്തിച്ചു. അങ്ങനെ സീമന്തിനിക്ക് ഭർത്താവിനെ തിരികെ കിട്ടി. അവർ ഏറെക്കാലം സുഖമായി തന്നെ ജീവിക്കുകയും തുടർന്ന് ആ കാലം അത്രയും പതിയുടെ നന്മയ്ക്കായി അവൾ തിങ്കളാഴ്ച വ്രതം നോൽക്കുകയും ചെയ്തു.